അങ്ങനെ നമ്മളിന്ന് മട്ടൺ അറഫയുണ്ട്. ഇന്ന് മട്ടനാണ് സ്പെഷ്യൽ. അപ്പം നമ്മൾ മട്ടൻ്റെ കറി ഓഫ് ചെയ്തിട്ട് നല്ല ചൂടോടെ നമുക്ക് മട്ടൻ കഴിക്കാം. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് ഈ കൊഴുപ്പ്. അപ്പോൾ നമുക്ക് 2 കൊഴുപ്പ് ആദ്യമേ എടുത്ത് പ്ലേറ്റിലോട്ട് ഇടാം. എന്നിട്ട് ഞാൻ എപ്പോഴും മേടിക്കുമ്പം ഈ വാരിയൽ പീസാണ് മേടിക്കുന്നത്. എനിക്ക് ഈ എല്ല് വേണം. അപ്പോൾ നമുക്ക് കുറച്ച് വാരിയൽ പീസുകൾ എടുത്ത്, ഈ പീസാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ ഇതെടുത്ത് നമുക്ക് ഇതിലോട്ടിടാം. കുറച്ച് നല്ല കറി. എടുത്ത് നമ്മൾ ഇങ്ങനെ ഒഴിക്കാം. ഈ കൊഴുപ്പൂടെ എടുക്കാം അല്ലേ. ഇന്ന് ആശുപത്രിയിലാവും എന്തോ നോക്കാം. എന്നിട്ട് നമുക്കിത് ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ മട്ടൻ കറി. അപ്പോൾ ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് മട്ടൻ കറി കൊണ്ടുപോകാം. ഫുഡ് തരാനൊന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഈ പ്ലേറ്റ് എടുക്കാം. അപ്പോൾ ഒന്ന് വാഷ് ചെയ്ത് അതെന്തൊരു കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഒരു ഒരട്ടി ഉണ്ട്. ഓക്കെ, ഒരു ഒരട്ടി. ഇപ്പം വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഓ, ഇത് ഇസുവിൻ്റെ ചിക്കൻ കറി. അവൾ എന്നെ വന്ന് അടിക്കും. ഓ, നമ്മളെ ചിക്കൻ പീസ്. ഓ, ചൂട് പോവും. അടച്ചു വയ്ക്കും. ഓ, കുറച്ച് കപ്പ ഇരിക്കുന്നു. കപ്പ, സാധാ ചോറ്. ഓക്കെ, അപ്പം നമുക്ക് ഈ കപ്പ അങ്ങ് കൊണ്ടുപോകാം. ഇതിൻ്റെ അടപ്പ് ഏതായിരുന്നു? കപ്പയ്ക്ക് അടപ്പില്ലായിരുന്ന? ഇതായിരുന്നു. ഓക്കെ, സോറി. അപ്പോൾ ഇതോടെ അങ്ങ് കൊണ്ടുപോകാം. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം നമുക്കൊരു ഒരട്ടിയും മട്ടനും കൂടി ആദ്യം ഒന്ന് തുടങ്ങാം. ഇങ്ങനെ വെച്ചിട്ട് ആ മട്ടൻ കറി ഇങ്ങനെ തുളുമ്പി അതിൽ ഒഴിക്കണം. എന്നിട്ട് വെച്ചിട്ട് ഇങ്ങനെ തിളയ്ക്കണ ചൂടിലിതാ ഇങ്ങനെ എടുക്കണം. മട്ടൻ്റെ കൊഴുപ്പ് ഇങ്ങനെ മടക്കി അതിൽ കുറച്ച് കൊഴുപ്പ് കൂടെ ഇങ്ങനെ എടുത്ത്, നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഇത്തിരിപ്പാട്. എന്നാലും നമുക്ക് ചൂടോടെ അങ്ങ് ആർക്കെങ്കിലും മട്ടൺ ഇത് ചിലവർക്കെല്ലാം ഇത് ഇഷ്ടമാണ്, ചിലവർക്ക് ഇത് ഇഷ്ടമില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ തവണ മട്ടൺ കഴിച്ച് ആശുപത്രിയിലായിരുന്നു. മട്ടൻ്റെ കൊഴുപ്പ് കഴിച്ച്. എനിക്ക് യൂറിക് ആസിഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കഴിച്ചിട്ട് വരാം.